ഇവിടെ വന്ന് ഇപ്പോൾ ഒരാൾക്ക് ഫോൺ എടുക്കണമെങ്കിൽ അതിൻ്റെ രീതികളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലാണൊക്കെ അല്ല. ഇപ്പോൾ ഈ ഡിവൈസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈഡോ മോശം പറയല്ലോ, ഭയങ്കര ബോർ സർവീസാണ്. ഇതേ കണക്കത്തെ ഒരു ബോർ സർവീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ സിമ്മൊക്കെ നമ്മൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നൊന്ന് ഈ പറയുന്ന ഓഫർ നമുക്ക് ലൈക്ക് എല്ലാ ടൈമിലും സെയിം ആണോ, അതേ മാറിക്കൊണ്ടിരിക്കുമോ, അതെങ്ങനെയാണ് ഈ ഫോണിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ? എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നായിരുന്നു, ഇതേപോലെ 1.5 വർഷമായിട്ട് ആ പുള്ളി ജോലി തപ്പയാണ് കാനഡയിൽ വന്നിട്ട്, പക്ഷെ ജോലി കിട്ടിയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഐസ്. സോ ഇന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക്. കാനഡയിൽ വന്നിട്ട് മിക്ക ആൾക്കാർ ഇവിടെ ഫോൺ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ റൂംമേറ്റായ വിപിൻ മോഹനൻ ഇന്ന് ഫോൺ എടുത്തിരിക്കുകയാണ്. അതും നിസ്സാര ഫോണല്ല ഗൈസ്, S24. ഇത് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഫോണിലാണ്. S24 അൾട്രയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഐഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് ഐഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സാംസങ്ങിലോട്ട് മാറണമെന്ന് തോന്നി. അങ്ങനെ ചൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പുതിയൊരു ഓപ്ഷനായിട്ട് S24 അൾട്ര വന്ന്. ഓക്കെ. സോ അതിലോട്ട് മൂവ് ചെയ്യാനൊരു പ്ലാൻ, ആഗ്രഹം തോന്നി. അങ്ങനെ അതിനകത്തോട്ട് മൂവ് ആയത്. ഓക്കെ. അപ്പോൾ ഈ S24 അൾട്ര സാംസങ്ങിലോട്ട് മാറാനുള്ള എന്താ തോന്നാനുള്ള കാരണം എന്താ? സാംസങ് ഇപ്പോൾ ഐഫോൺ എനിക്ക് പ്രിയപ്പെട്ട ഫോണാണ്. ഇപ്പോൾ അത് കഴിഞ്ഞാൽ കൂടുതലും ഓപ്ഷൻസും പിന്നെ കുറച്ചുകൂടെ ബ്രാൻഡ് വാല്യൂ ഉള്ളതും സാംസങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് മാറിയത്. വേറെ റീസൺ ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ പ്രശ്നം ഉണ്ടാകും. ഇല്ല, ഐഫോൺ ഇപ്പോൾ എൻ്റെ ഇരുന്നത് 12 ആണ്. സോ അപ്പോൾ അത് ഞാനിപ്പോൾ 2 കൊല്ലം കൊണ്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പുതിയ അപ്ഡേഷൻ എടുക്കണമെന്ന് തോന്നി. പിന്നെ അതുപോലെ ഇപ്പോൾ നല്ലൊരു ഓഫറിലാണ് എനിക്കിപ്പോൾ ഫോൺ കിട്ടിയത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചാൻസ്, ഇന്ന് ഞാൻ വിചാരിച്ച പോലും ഇല്ല ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ജോലിക്ക് രാവിലെ എനിക്ക് പോയി ഉച്ചയായപ്പോഴത്തേക്ക് എന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഓഫറുണ്ട്. അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനിലാണ് ഞാൻ എടുത്തത്. അപ്പോഴാണ് ഞാൻ ഷിഫിനെ വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നു. ഞാൻ ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചു പറയുന്നു എൻ്റെ അടുത്ത്, ഞാൻ S24 അൾട്ര എടുക്കാൻ പോകുന്നു, നീ പെട്ടെന്ന് വാന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ചേട്ടൻ ഇപ്പോൾ അവിടെ മാളിലാണ് ഉള്ളത്. ഇവിടെ ലിൻസി സ്ക്വയർ മാൾ എന്ന് പറഞ്ഞ മാളിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് നമ്മൾ പോകുന്ന വഴികൾ. Entrance. ഓക്കെ, നമ്മൾ കടയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കട. ഫോൺ എടുത്ത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? S24 അൾട്ര എടുത്തിട്ട് സ്വന്തം പൈസയ്ക്ക് അധ്വാനിച്ച് S24 അൾട്ര എടുത്ത് ഗൈസ്, അഭിമാന നിമിഷങ്ങൾ. അതെ. ഏത് കളർ എടുത്ത്? ബ്ലാക്കുള്ള. ഇത് പച്ച വേണമെന്നൊക്കെ വെച്ചിട്ട് രണ്ടാണ് ബ്ലാക്ക് മതി. കാത്തിരിക്കാൻ വയ്യ. നോ വെയിറ്റിംഗ്. ഇങ്ങനെ അൺബോക്സിംഗ് ആണ് ഗൈസ്. അടിപൊളി.
ഐഫോണിൽ നിന്ന് സാംസങ്ങിലോട്ട്. ആരാ 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 പഴയ ഫോണൊന്ന് കാണിച്ചു കൊടുക്കാൻ. ഇതാണ് കൈസ് പഴയ ഫോൺ. ഐഫോൺ ഏതാണ്? ഐഫോൺ 12 നേരെ നമ്മൾ S24 അൾട്രയിലോട്ടാണ്. ഡബിളായിട്ട് അതെ, അതിനകത്തൊന്നുമില്ല ചേട്ടാ, ഒരു വയറും ഒരു സിം ട്രയും. ഫോൺ മാത്രം നമുക്ക് സാംസങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്യാം, വിഷമിക്കണ്ട. നമ്മുടെ വണ്ടിയൊക്കെ വാങ്ങാൻ നോക്കട്ടെ ഉറപ്പിടും. ബാക്കിയെല്ലാം അത്യാവശ്യം വില. S24 അൾട്ര എടുത്തിരിക്കുന്ന ഗൈസ്. ചുമ്മാ നിങ്ങൾ പേടിപ്പിക്കല്ലേ. ബിക്സ്ബി ഉണ്ടല്ലേ ഇതിനകത്ത്? പിന്നല്ല, ഇനി സീരിയൊക്കെ മാറിയിരിക്കും. ബിക്സ്ബി അങ്ങനെ വരത്തില്ല, സെറ്റാക്കണം. മറ്റേതിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് S24 അൾട്രയ്ക്ക് നമുക്ക് കേസും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കേസ് കാണിച്ചു കൊടുത്തേ. സ്പീജിൻ്റെ കേസാണ് ഗൈസ്. കേസ് ഒപ്പിച്ചല്ലോ അങ്ങനെ വേണം പറയാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഒരാൾക്ക് ഫോൺ എടുക്കണമെങ്കിൽ അതിൻ്റെ രീതികളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലാണൊക്കെ അല്ല. നാട്ടിലാണെങ്കിൽ നമ്മൾ EMI ആയിട്ട് എടുക്കാറുണ്ട് പല ആൾക്കാരും, അല്ലാണ്ട് ഒരു ഫോൺ അല്ലാണ്ട് എടുക്കാറുണ്ട്, റെഡി ക്യാഷ് കൊടുത്ത് എടുക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്മായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല രീതികളുള്ളത്, പല സിമ്മിന് പല ഓഫറായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും വിപിൻ നമുക്ക് പറയുന്നതായിരിക്കും. ഇതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം ഇവിടുത്തെ പ്ലാൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ 3 പ്ലാൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ടെലസ് ഉണ്ട്, റോജേഴ്സ് ഉണ്ട്, ബെല്ലുണ്ട്. ഇതാണ് ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന മൂന്ന് കമ്പനീസ്. അവരെ ഒരു സബ് ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കാണ് അതിൻ്റെ കൂടെ ഫൈഡോ വരും, വെർജിൻ വരും, പിന്നെ ടെലസിൻ്റെ ഏതായിരുന്നു, കൂഡോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ഇതാണ് അവരുടെ സബ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഇതെടുക്കാൻ പോയപ്പോൾ ബയോമെട്രിക്സ് എടുക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് ഫൈഡോയുടെ സിം കിട്ടിയായിരുന്നു. സോ അതായിരുന്നു ഞാൻ ഇത്രയും നാൾ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴും എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ അത് ആക്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഡ്യുവൽ സിം ആയിരുന്നു. ഒരു സിം ഫോണിലും മറ്റേത് ഈ സിമ്മും ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ അത് ഈ സിമ്മായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഫൈഡോയിൽ നോക്കിയപ്പോൾ എനിക്ക് അതിനകത്ത് ഓഫർ കിട്ടിയില്ല. അങ്ങനെ ഞാനിപ്പോൾ ബെല്ലിലോട്ടാണ് ഇത് ചെയ്തത്, പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ബെല്ലിലോട്ട് പോർട്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് വന്ന ഓഫർ എന്ന് പറയുമ്പോൾ 2 വർഷത്തേക്കുള്ള ലോക്കിംഗ് പീരീഡ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ 2 വർഷത്തേക്ക് ലോക്കായിരിക്കും. 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ഫോൺ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അതും ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഡിവൈസ് റിട്ടേൺ എന്നുള്ള പോളിസിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ഡിവൈസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്ക് ഞാൻ വരാം. അപ്പം ഇതിൽ ഇപ്പോൾ ഡിവൈസ് റിട്ടേൺ എന്ന പോളിസിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ വന്നേക്കുന്ന പ്ലാൻ എൻ്റെ ഫോണിനിപ്പോൾ 30 CAD 30 CAD എനിക്ക് വന്നേക്കുന്നത്. അതേപോലെ പ്ലാനിന് വന്നേക്കുന്നത് 45 സംതിങ് എന്തോ ആണ് വന്നേക്കുന്നത്. ടോട്ടൽ എനിക്കൊരു 84 ടാക്സ് ഉൾപ്പെടെ 84 സംതിങ് എനിക്ക് മന്ത്ലി പേയ്മെൻറ്റ് വരും. അപ്പോൾ അത് 30 CAD ഫോണിനെന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു പ്ലാനാണ് 2 വർഷത്തേക്ക്. അതെ അതെ. അപ്പോൾ എനിക്ക് 1200 CAD ആണ് ഇപ്പോഴത്തേക്ക് ആയിട്ടുള്ളത്. അതെ. അപ്പോൾ എനിക്കത് നല്ലൊരു ഓഫർ കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തത്. പിന്നെ ഈ ഡിവൈസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ 2 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോൺ വേണമെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് പുതിയ ഫോൺ എടുക്കാം. അഥവാ നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ആ ഫോൺ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ 500 സംതിങ്
ഒരു എമൗണ്ട്. അത് 2 വർഷം 500 നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അതെ. ഫോൺ നമ്മുടെ കയ്യിലാക്കാം. 2 വർഷം കഴിഞ്ഞിട്ട് നമ്മളത് അടച്ചാൽ മതി. അടച്ചു സ്വന്തമായിട്ട് കഴിയുമ്പോൾ ഫോൺ സ്വന്തമായിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിൽ സ്വന്തമായിട്ടിരിക്കും ഫോൺ. ഓക്കെ. പക്ഷെ ആ 2 വർഷം വരെ ഇവരെ സിം നമുക്ക് മാറ്റാൻ മാറ്റാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഇത് തന്നെ നമ്മൾ ഉപയോഗിച്ച് അതെ. പോയി ഇപ്പോൾ പറ്റും. അതെ. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഇതിൽ 2 സിമ്മുണ്ട്. ഇതിൽ ഒരു ഫിസിക്കൽ സിമ്മും ഒരെണ്ണം ഈ ഈ സിമ്മുമാണ്. സിം അപ്പോൾ ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തേക്കുന്ന ഈ സിമ്മിലാണ് ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. ബെല്ല് ആക്ടിവേറ്റ് ബെല്ല് ആക്കി. ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിലും എനിക്കിപ്പോൾ ഫിസിക്കൽ സിം ഇതിനകത്ത് ഇട്ട് അല്ലാണ്ട് നടക്കാൻ നാട്ടിൽ പറ്റും. പോയി നമുക്ക് സിം ഇട്ട് ഉപയോഗിക്കാൻ അതെ. പറ്റും. അതുകൊണ്ട് ഓക്കെ. ഞാനിപ്പോൾ അങ്ങനാ ചെയ്തേക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു ഓഫർ. അപ്പോൾ ഈ ഒരു ഓഫർ എനിക്ക് കിട്ടിയത് എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് എനിക്ക് ഈ ഒരു ഓഫർ കിട്ടിയത്. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു ഓഫറായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 വർഷം കഴിയുമ്പോൾ പുതിയ അപ്ഗ്രേഡ് വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പുതിയ ഫോണും എടുക്കാം, അല്ലെങ്കിൽ പുതിയ വേറെ ഫോൺ ആ എടുക്കാം. ടൈമിൽ ആ ഇതേ പ്ലാനിൽ നമുക്ക് ഇതേ പുതിയ ഫോൺ. പ്ലാനാണോന്ന് എനിക്ക് അറിയത്തില്ല. അത് ഓക്കെ. ഞാൻ കൂടുതൽ എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് പുതിയ വേറെ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ പൈസ എക്സ്ട്രാ ഒന്നും ട്രാൻസ്ഫർ അടയ്ക്കണ്ട. ചെയ്തിട്ട് ആ സമയത്തുള്ള ഒരു നല്ലൊരു പ്ലാൻ നോക്കി എടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കാം. അതെ. 2 വർഷം S24 അടുത്ത S27 പിന്നെ ഐഫോൺ അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇവിടെ അങ്ങനെ ഗാഡ്ജറ്റ്സ് എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതെ. കോമൺലി ഇപ്പോൾ കുറച്ചാൾ യൂസ് ചെയ്യും, പുതിയ ഫോൺ എടുക്കും, അങ്ങനെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ ഗൈസ്. മാസം നമ്മൾ ഒരു 84 84K 84 CAD കനേഡിയൻ ഡോളർ നമ്മൾ അടച്ച് പോയാൽ മതി. നമ്മളെ കയ്യിൽ S24 അൾട്ര കിട്ടും ഗൈസ്. അല്ല അത് ഓരോ കമ്പനിക്ക് ഓരോ ഓഫറാണ്. ഞാൻ ഈ കാര്യം ഫൈഡോയിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഞാനിപ്പോൾ താമസിക്കുന്ന ലിൻസയിലാണ്. ലിൻസയിലെ ഫൈഡോ മോശം പറയല്ലോ, ഭയങ്കര ബോർ സർവീസാണ്. ഇതേ കണക്കത്തെ ഒരു ബോർ സർവീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർക്ക് നമ്മൾ ആ കടയിലോട്ട് ചെല്ലുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫൈഡോയിൽ കയറി, ബെല്ലിൽ കയറി, അതേപോലെ റോജേഴ്സിലും ഇവിടെയും കയറി, ടെലസിലും കയറി. ഈ ബെല്ലിലും ടെലസിലും എനിക്ക് നല്ല സർവീസായിരുന്നു. പക്ഷേ ഈ ഫൈഡോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫൈഡോയാണ്. എന്നാലും ഞാൻ പറയുക, ഫൈഡോയിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങളിപ്പോൾ സ്റ്റഡി പെർമിറ്റിലാണ്, നിങ്ങൾക്ക് ഫോൺ കിട്ടത്തില്ല. ഫോൺ തരത്തില്ല. ഷിഫിൻ വന്ന സമയത്തും ഷിഫിന് ഒരു അനുഭവം. അതെ, ഞാൻ ഇതേപോലെ റോജർ സിമ്മാണ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയത്. ബയോമെട്രിക് ഇതേപോലെ പോയപ്പോൾ റോജർ സിമ്മാണ് എനിക്ക് കിട്ടിയത്. ആ സിമ്മായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് ആക്ടിവേറ്റ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അവസാനം പിന്നെ ഇവിടുത്തെ റോജേഴ്സിൻ്റെ നമ്മളെ സ്റ്റോറിൽ പോയി. അവിടെ പോയിട്ട് എന്നെ സംസാരിച്ചപ്പോൾ അവർ ഫസ്റ്റിനെ പറഞ്ഞു, ഇത് ഇന്ത്യയിൽ നിന്ന് എടുത്ത സിം അല്ലേ, നമ്മൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ പുതിയൊരു സിം എടുക്കുന്നു പറഞ്ഞു. റോജേഴ്സ് എന്ന് പറയുന്നത് ഈ ഫൈഡോയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് കൂടിയ ഒരു ഇതാണ് ബ്രാൻഡ്. റോജറിന്റെ താഴെയാണ് ഈ ഫൈഡോ എന്ന് വെച്ചാൽ ഇവര് രണ്ടും ഒരേ ഇതാണ്, എന്താ പറയുക, ഒറ്റ കമ്പനിയാണ്. അതിന്ന് വരുന്നതാണ് ബ്രാഞ്ചാണ് ഈ ഫൈഡോ എന്ന് പറയുന്നത്. അപ്പോൾ ആ റോജറെ എൻ്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞു. അപ്പോൾ അവരുടെ സിം എടുക്കണം ഞാൻ എങ്ങനെ പോയല്ലോ. അപ്പോൾ അവരുടെ സിം അപ്പോൾ ആ ടൈമിൽ അന്ന് കൂടുതലായിരുന്നു. ഈ റോജറിന്റെ സിം റോജറിനും ബെല്ലിനും അത്യാവശ്യം കൂടുതലാണെന്ന് തോന്നുന്നു. ബെല്ലിന് ഫൈഡോ ഈ ടോപ്പ് ബ്രാൻഡിൽ നിൽക്കുന്നതിനെല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. അതിന്റെ താഴെ നിൽക്കുന്ന അതൊക്കെയാണ് കൂടുതലും സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് കൂടുതൽ എടുക്കുക. അല്ലെ കൂഡോ, ഫിഡോ, അതേപോലെ തന്നെ വെർജിൻ, ഇതൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോ വെർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ലിൻസയിൽ ഭയങ്കര ഞാൻ വെർജിൻ ആണ് ഗൈസ്. ഞാൻ വെർജിൻ സിമ്മാണ് എടുത്തിരിക്കുന്നത്. അങ്ങനല്ല ഗൈസ്, ഞാൻ വെർജിൻ സിമ്മാണ് ഗൈസ്. ഓക്കെ അങ്ങനത്തെ സിമ്മിന്റെ പേരൊക്കെയാണ് ഗൈസ് ഇതൊക്കെ. ബെല്ല്, വെർജിൻ, ഫീഡോ, കൂഡോ, റോജർ. വിശ്വസിക്കാം ഗൈസ്, നമ്മളെ ടോപ്പിക്ക് നമ്മൾ വിട്ടുമാറുന്നു. ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഈ സിമ്മൊക്കെ നമ്മൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നൊന്ന്, കാരണം നാട്ടിൽ നിന്ന് എനിക്ക് പല മെസ്സേജും വന്നേ, സിം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. സിം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് എയർപോർട്ടിൽ തന്നെ അതിന്റെ സർവീസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഞാൻ വന്നത് രാത്രി 8 മണി 9 മണി ആണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ ഡിസംബർ 25 ഇവിടെ എത്തുന്നത്. അപ്പൊ അന്ന് തന്നെ രാത്രി അവിടെ അവരെ ഓഫീസ് ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ഫൈഡോ എന്ന് എഴുതി വെച്ചേക്കുന്ന എനിക്കൊരു സ്റ്റോർ ഉണ്ടായിരുന്നു. ഒരു ലേഡി ആയിരുന്നു അവിടെ നിന്ന്, ഒരു ചെറിയൊരു സ്റ്റോർ കണക്കായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഇപ്പൊ പുതിയ സിം എടുക്കുന്ന അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവരെന്തെങ്കിലും പ്രൂഫ് ചോദിക്കും. ഇവിടെ കാനഡ ടൊറന്റോയുടെ എയർപോർട്ട് ഞാൻ പറയും. അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരടുത്ത് അവര് എന്തെങ്കിലും പ്രൂഫ് ചോദിക്കും. അപ്പോ നീ സ്റ്റഡി പെർമിറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അവർ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ എവിടെ താമസിക്കുന്നത് ആ ഒരു അഡ്രസ്സ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അഡ്രസ്സ് മിക്ക സ്ഥലത്ത് ചോദിക്കും. ഇപ്പോൾ എമിഗ്രേഷൻ്റെ കാര്യങ്ങളായാലും ഔട്ടാവുന്നതിന് മുന്നേ ആയിട്ട് പല സ്ഥലത്തും നിങ്ങളുടെ അടുത്ത് എവിടെ താമസിക്കുന്നത്, നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറേ
ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. ഇതേ കണക്ക് എവിടെ താമസിക്കുന്നത്, എങ്ങനെ, ആ കാര്യങ്ങൾക്കല്ല. അത് ഷിഫിൻ ഇനി ഒരു വീഡിയോ ഇടുമായിരിക്കും. അതെ അതെ, ഇനി വരുന്ന ഇതിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. Yeah. അപ്പോൾ വേറെ സംഭവം വെച്ചാൽ നമ്മൾ ഈ ഇവിടെ എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും ആയിരുന്നു, സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും? ഇല്ല, എൻ്റെ ഒരു രൂപ പോലും എക്സ്ട്രാ ചാർജ് ആ, മേടിച്ചില്ല. പക്ഷെ എനിക്ക് ഇതേപോലെ ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് സിം കിട്ടിയത് വർക്ക് ആകാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് വെർജിൻ എന്ന് പറഞ്ഞ സിം എടുത്തായിരുന്നു. അപ്പോൾ വെർജിൻ സിം എടുത്ത് എനിക്ക് അവർ പറഞ്ഞു ഫസ്റ്റ് ഒരു 30 അടച്ചാൽ, എനിക്കന്ന് ഓഫറിനെ കിട്ടിയത് 34 ക്യാഡെന്തോ അടച്ചാൽ മതിയായിരുന്നു. അത് കുറഞ്ഞ ഓഫറായിരുന്നു. കാരണം 34 അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഫസ്റ്റ് മന്ത് എനിക്ക് എക്സ്ട്രാ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 75 ക്യാഡ് എക്സ്ട്രാ അടയ്ക്കേണ്ടി വന്നു. ഈ 30 അല്ലാണ്ട് ഫസ്റ്റ് മന്ത് 75 അടയ്ക്കേണ്ടി വന്നു. അതെനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു അതിന്റെ ബെനിഫിറ്റ് ആയിരിക്കത്തില്ല. അത് ചിലപ്പോ ഓരോ സിമ്മിന്റെയും ആയിരിക്കാം. ഡയറക്റ്റ് ലിങ്കിങ്ങും ഇപ്പോ അല്ലാണ്ടുള്ള ലിങ്കിങ്ങും കാണും. ഇപ്പോ നീ എടുത്തത് ചിലപ്പോ ബെല്ലിന്റെ ഡയറക്റ്റ് സോഴ്സ് ഒന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ വെർജിന്റെ ഡയറക്റ്റ് സോഴ്സ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഡയറക്റ്റ് സോഴ്സ് പോയി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരെ ഒരു കമ്മീഷൻ കണക്ക് എന്തെങ്കിലും പോകുന്നതായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് കിട്ടിയ പ്ലാൻ 39 ക്യാഡിന്റെ ആയിരുന്നു. 39 പെർ മന്ത് 39 ആയിരുന്നു. അപ്പോ ഈ പറയുന്ന ഓഫർ നമുക്ക് ലൈക്ക് എല്ലാ ടൈമിലും സെയിം ആണോ, അതേ മാറിക്കൊണ്ടിരിക്കുവോ? അതെങ്ങനെയാണ് ഈ ഫോണിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ അത് വരുന്നത്? മാറിക്കൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഒരു ഓഫർ എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് അവിടുന്ന് വിളിച്ചപ്പോൾ എനിക്ക് 89 പറഞ്ഞത്. ഓക്കെ. അതേപോലെ അത് ഒരു ദിവസം 2 ദിവസം എന്തോ ആ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 101 ആയിരുന്നു. 100 കൂടി. കൂടി. അത് ഓരോ ഡിപ്പെൻഡ് ആണോ, അത് അവരെ ഈ പ്ലാനിന്റെ ഫോണിന്റെ പ്രൈസ് മിക്കവാറും സെയിം ആയിരിക്കും. ഇപ്പൊ എനിക്ക് 30 തന്നെ ആയിരുന്നു അന്നും ഇന്നും പറഞ്ഞത്. പക്ഷെ ഈ പ്ലാനിന്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ പ്രശ്നം വരുന്നത്. ഫോണിന്റെ റേറ്റ് കറക്റ്റ് ആയിരിക്കും, നമ്മളെ മാസത്തോളം ഈ പ്ലാനിന്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ ഫൈഡോ, എനിക്ക് ഫൈഡോ ആയിരുന്നോണ്ട് ഫൈഡോ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ഫൈഡോയിൽ ഞാൻ കയറി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് S24 അൾട്ര 55 പെർ മന്ത് ആയിരുന്നു, ഫോണിന് മാത്രം. അപ്പൊ അതിൽ ഞാൻ പ്ലാനും കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്ന, അതായത് എന്റെ ആക്റ്റീവ് ആയിരുന്ന പ്ലാൻ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കി. പക്ഷെ അത് പറ്റുന്നില്ലായിരുന്നു. അതെന്താണ് കാരണം ഞാൻ ചോദിക്കാനാണെന്ന് ഫൈഡോയുടെ ഓഫീസിൽ പോയത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഫോണില്ല, വണ്ടി വിട്ടോന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. സോ അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ ഇവിടെ വന്നിട്ട് ചോദിച്ചു. സോ അവിടെ വന്നപ്പോ എനിക്ക് നല്ലൊരു ഡീല് അവിടെ ഒരു മലയാളി കൊച്ചുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയാ എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. പുള്ളിക്കാരി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റും വരുമ്പോഴത്തേക്ക്, ഇന്നും S24 പ്ലസിന് ഓഫർ ഉണ്ടായിരുന്നു. ഐഫോണിന് ഇപ്പോൾ ഓഫർ കിടക്കുന്നുണ്ട്. അൾട്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് എന്തെങ്കിലും ഓഫർ വരുമ്പോൾ പറയണം എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ചിലപ്പോ ആ ഒരു ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ പല കാര്യങ്ങളും. പല രീതിയിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓഫറിന് നമുക്ക് ഡീല് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ അല്ലാണ്ട് ഓരോ ഓഫർ ഉണ്ടല്ലോ, ബോക്സിംഗ് ഡേ നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഓഫർ, അതായത് 39 ക്യാഡിന് ഞങ്ങളെ ഇത് കിട്ടിയ പ്ലാൻ കിട്ടിയതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ബോക്സിംഗ് ഡേ ആയിരുന്നു. December 26 ബോക്സിംഗ് ഡേ ആണ്. അപ്പൊ അന്ന് ഇവിടുത്തെ ഇലക്ട്രോണിക് ഐറ്റംസിന് മിക്ക സാധനങ്ങൾക്ക് ഓഫർ ആയിരുന്നു. അന്ന് ഞാനൊരു സൈക്കിൾ എടുത്തായിരുന്നു. അന്ന് 70 ക്യാഡിന്റെ സൈക്കിള് 35-ന് ആ പകുതി പ്രൈസിനൊക്കെ കിട്ടും. ഭയങ്കര ലക്കി ഇതാണ്. ഞങ്ങളെ ഈ ലിൻസയില് അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റോറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നായിരുന്നു, ഇതേപോലെ 1.5 വർഷമായിട്ട് ആ പുള്ളി ജോലി തപ്പയാണ് കാനഡയിൽ വന്നിട്ട്, പക്ഷെ ജോലി കിട്ടിയില്ല. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പല ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ലൈക്ക് ഇവിടെ ജോലി കിട്ടാറില്ല എന്നും പറഞ്ഞ് ഇടാറുണ്ട്. അവരൊരു ചാൻസ് വെച്ചിട്ടല്ല പറയുന്നത്, ഇല്ല കിട്ടത്തില്ല എന്നും പറഞ്ഞ് പല ആൾക്കാരെ ഡീമോട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മിക്ക ആൾക്കാർ പല ആൾക്കാർക്കും ഇങ്ങോട്ട് ആൾക്കാർ വരുന്നതാണ് പ്രശ്നം. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ നിൽക്കുന്ന ആൾക്കാരുടെ ചാൻസ് കുറയും. അതുകൊണ്ടൊക്കെയാണ് പല ആൾക്കാർ അങ്ങനെ ഇടുന്നത്. ചില ആൾക്കാർ സത്യങ്ങളായിരിക്കും പറയുന്നത്, അതും കുറവാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ജോലി കിട്ടാനുള്ള ചാൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ആ പുള്ളി പറഞ്ഞതുള്ളതാണ്, ഇപ്പോൾ 1.5 വർഷമായിട്ട് ആ പുള്ളിക്ക് ജോലി കിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്.
അത് ഡിപ്പെൻസ് ആണ്. ഒന്നാമത്തെ കാര്യം ലെക്കാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ലെക്കിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് പറയാനുള്ള നമ്മളെ ആത്മാർത്ഥത. ഇപ്പോൾ ജോലി വേണോന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ജോലി കിട്ടും. കിട്ടാണ്ട് പോവില്ല. കിട്ടാണ്ട് പോകില്ല. ഞാൻ ഈ വിന്ററിന്റെ സമയത്ത് തന്നെ എന്തോരം കിടന്ന് ഓടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ഓരോ ദിവസവും വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ജോലിയില്ല, ഇനി എങ്ങനെ ഫീസ് അടയ്ക്കും എന്നുള്ള ആ ഒരു വേവലാതി കാരണം ഡെയിലി തപ്പിയാണ് എനിക്കും ജോലി കിട്ടിയത്. അല്ലാണ്ട് വീട്ടില് ചുമ്മാ ഇരുന്നിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചു നേരം പോയി റെസ്യൂമി കൊടുത്ത് അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് വന്നാൽ ജോലി കിട്ടത്തില്ല. അത് പിന്നെ രണ്ടാമത്തെ കാര്യം ലെക്കും ഉണ്ട്. ഇവിടെ ഞാൻ അറിഞ്ഞിടത്തോളം എന്താ മാക്സിമം നമ്മള് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കിട്ടാത്തൊന്നുമില്ല. ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ടുള്ള ഏതെങ്കിലും സിറ്റിയിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാലും കിട്ടും. ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു പുള്ളിക്കാരന്. പുള്ളിക്ക് ഇവിടെ ലിൻസയിൽ നോക്കിയിട്ടേ ജോലി കിട്ടില്ല. അങ്ങനെ പുള്ളി ഇവിടുന്ന് ഫെൻലോൺ ഫാൾസിൽ പോയി നോക്കി എടുക്കാത്ത സർട്ടിഫിക്കറ്റ് ഇല്ല. വന്നിട്ട് എടുക്കാത്ത സർട്ടിഫിക്കറ്റ് ഇല്ല, ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തവർ. കാരണം ഇവിടെ നമുക്ക് ജോലി കിട്ടുമെങ്കിൽ പല സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ സ്മാർട്ട് സെർവ്, പിന്നെ ഫുഡ് ഹാൻഡ്ലിങ്, അങ്ങനെ ഇത് വേണം നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പല കടയിലും ഫുഡ് ഹാൻഡ്ലിംഗ് സർട്ടിഫിക്കറ്റ് എടുത്തു. അപ്പോൾ എനിക്ക് ജോലിക്ക് കയറിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫുഡ് ഹാൻഡ്ലിംഗ് വേണം. ഞാനിപ്പോ ഒരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് ഹാൻഡ്ലിംഗ് വേണം. കയറി ഒരു മാസത്തിനുള്ളിൽ ഞാൻ എടുത്തു കൊടുത്തു. ഏത് റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫാറ്റ് ബാസ്റ്റഡ് ഡോറിറ്റോ. പേര് കേൾക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി പേരാണ്. എനിക്ക് ആൾക്കാരുടെ അടുത്ത് പറയാൻ തന്നെ വിളിക്കുമ്പോൾ ഫാറ്റ് ബാസ്റ്റഡ് ഇപ്പൊ തടിയന്മാരാണ്. ഞങ്ങളൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി നല്ല തടിയുള്ളതാ, ജിമ്മെന്നാണ് പേര്. അപ്പൊ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് നല്ല തടിയും പൊക്കവും ഒക്കെ ആണ്. ഞാൻ പറഞ്ഞു ഫാറ്റ് ബാസ്റ്റഡ് അതേ കണക്കാ ഇവിടുത്തെ സീന്. ഇവിടെ പിന്നെ പ്രൊഫസർ ഒക്കെ നല്ല അടിപൊളി കമ്പനി നൈസ്. നമ്മുടെ നാട്ടിലെ കണക്കേ അല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പോ ഓപ്പൺ ബുക്ക് ആയാൽ പോലും ഇപ്പൊ നമുക്ക് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ പണ്ടൊക്കെ മാത്സ് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോലെ യൂസ് ചെയ്യുന്നത്. എന്തിനാണത് ബൈഹാർട്ട് ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കോമൺ സെമസ്റ്ററിൽ മാത്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കുറെ ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ, ഇക്വേഷൻസ് എല്ലാം ഒന്നും ബൈഹാർട്ട് ചെയ്യണം നമ്മൾ. അതെല്ലാം നമുക്ക് ഓപ്പൺ ബുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചീറ്റ് ഷീറ്റ് ഉണ്ടാക്കാം. അതിനകത്ത് നമുക്ക് എന്ത് വേണോ എഴുതിക്കൊണ്ട് പോവാം. എഴുതിക്കൊണ്ട് പോയിട്ട് ആ ഇക്വേഷൻ നോക്കി നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. ആ പേപ്പറിൽ കൊള്ളുന്ന എന്ത് നമുക്ക് എഴുതിക്കൊണ്ട് ഒരു A4 ഷീറ്റിനകത്ത് നമുക്ക് എന്ത് എഴുതിക്കൊണ്ട് പോവാം. അവിടെ പോവാ നോക്കുക. പക്ഷെ നമുക്ക് അതിനുള്ള വേ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലേ അതാണ് ചെയ്യേണ്ടത് ശരിക്കും. അല്ലാണ്ട് ഈ ഇക്വേഷൻ പഠിച്ച് ഇപ്പൊ ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അടുത്ത ഇക്വേഷൻ ഓർത്ത് വെക്കണമെന്ന് ഒരു ഇത്. പക്ഷെ നമുക്ക് അതിന്റെ വേ ഓഫ് ചെയ്യുന്ന രീതി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഉറപ്പായിട്ട് ഇഷ്ടം. കാരണം ഇവിടെ സത്യം പറഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിന്റർ ഒരു 4 മാസം മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി കാനഡ അടിപൊളിയാണ്, ബെസ്റ്റ് ആണ്, ബെസ്റ്റ് കൺട്രി ഫോർ ലിവിങ്. അതെ, ഒരു പ്രശ്നമില്ല. ഈ എന്തോരം ഗ്രൗണ്ടാ ഇവിടെ ഉള്ള. ഈവനിങ് ആകുമ്പോ ഇവിടെ 9 മണിയാകുമ്പോഴേ ഇരുട്ടുന്നത്. അതുവരെ നമുക്ക് ആഘോഷിക്കാം. എന്ത് വേണോ എവിടെ വേണോ പോവാം. നൈറ്റ് ഇപ്പൊ ഇറങ്ങി നടക്കാം, എങ്ങനെ വേണോ എന്ത് വേണോ കാണിക്കാം. ഒരു ഇതുമില്ല, ഫ്രീഡം ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത കൺട്രിയാണ് കാനഡ. അപ്പൊ അങ്ങനെയാണ് കാനഡ എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ് ഇപ്പൊ ഇവിടെ എത്ര മണിയായി? ഇപ്പൊ ഇവിടെ സമയം 8:30 മണിയായിട്ട് ഈ കാണുന്ന വെട്ടം കണ്ടോ? ഇതാണ്. ഇത് നമ്മളൊരു 9:30-10 മണി വരെ. ഇല്ല, 9 മണിയാകുമ്പോ 10 മണി വരെ ഇത് കാണും. 9:30 വരെ നമ്മുടെ നാട്ടിലെ ഒരു 6:30 ഫീൽ. അതെ, ഫീൽ ആയിരിക്കും. 9:30 ഫീൽ വരുന്നത്. അതെ, അതാ ഡിഫറൻസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാനഡയിൽ വന്നിട്ട് ഫോൺ എടുത്താലും പിന്നെ സിം എടുക്കുന്ന കാര്യങ്ങളായാലും ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടുപേരെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതില് പല കാര്യങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് വേറെ ചില എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അതെ. അപ്പോ അത്
ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഷെയർ ഷെയർ ചെയ്യുന്നത്. ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതില് ലൈക്ക് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതെ, ഷിഫിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുക. ഷെയർ ചെയ്യുക.